This video is sponsored by Car Care, the ultimate car detailer since 2000. ഒരു ബൈക്കൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് എത്ര നാളായി, പൈസ ഒക്കെ വരുന്നില്ല. എടാ ആ കൊച്ചു നടന്നു പൊക്കൂടാ, നീ എന്തിനാണ് നോക്കി കൊണ്ടാക്കാൻ നിൽക്കുന്നത്? ഈ വണ്ടിക്കൊക്കെ ഇത്ര പവറാ? നമ്മുടെയൊക്കെ വണ്ടികളെല്ലാം ഹേർട്ടാണല്ലോ എഞ്ചിൻ. നമ്മുടെ ഹേർട്ട് എടുത്താൽ അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന സ്ട്രക്ചറും മെക്കാനിസവും ഒക്കെ ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും. പക്ഷേ വണ്ടിയുള്ള കാര്യത്തിൽ അങ്ങനല്ല. ഇതിനെ നമുക്ക് 4 സ്ട്രോക്ക് എന്നും 2 സ്ട്രോക്ക് എന്നും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം അവരെങ്ങനെ കമ്പഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നതിലാണ്. ഇപ്പോൾ നമ്മളൊരു 4 സ്ട്രോക്ക് എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കമ്പഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 4 സ്റ്റേജസ് ഉണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻടേക്ക് സ്റ്റേജ്, കംപ്രഷൻ സ്റ്റേജ്, പവർ സ്റ്റേജ്, പിന്നെ ഒരു എക്സോസ്റ്റ് സ്റ്റേജ്. ഇൻടേക്ക് സ്റ്റേജിൽ എഞ്ചിനിലേക്ക് എയർ ആൻഡ് ഫ്യൂൽ മിക്സ്ചർ എത്തും. കംപ്രഷൻ സ്റ്റേജിൽ പിസ്റ്റൺ മുകളിലോട്ട് പോയി ഈ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യിപ്പിക്കും. കമ്പഷൻ സ്റ്റേജിൽ സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ആയി കമ്പഷൻ ഉണ്ടായി ജനറേറ്റ് ആകുന്ന പവറിൽ പിസ്റ്റൺ വീണ്ടും താഴേക്ക് വന്ന് അവസാനം എക്സോസ്റ്റ് സ്റ്റേജിൽ ഈ താഴേക്ക് വന്ന പിസ്റ്റൺ എക്സോസ്റ്റ് ഗ്യാസ് എല്ലാം പുറത്ത് കളയാനായിട്ട് വീണ്ടും മുകളിലേക്ക് പോകും. എഞ്ചിൻ എല്ലാ 2 റെവല്യൂഷനിലുമാണ് ഇങ്ങനെ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 4 സ്ട്രോക്ക് എഞ്ചിൻ സ്മൂത്തും ഫ്യൂൽ എഫിഷ്യൻറ്റും പിന്നെ എമിഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ ഇന്നത്തെ മിക്ക മോഡേൺ കാസിലും ബൈക്സിലും ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി 2 സ്ട്രോക്ക് എഞ്ചിൻ എടുത്താൽ ഇതിന് കുറേയും കൂടെ സിമ്പിൾ ഡിസൈൻ ആയിരിക്കും. ഈ പേര് പോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിന് കമ്പഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ 2 സ്റ്റേജാണുള്ളത്. ഒരു കംപ്രഷൻ ആൻഡ് കമ്പഷൻ സ്റ്റേജും പിന്നെ ഒരു എക്സോസ്റ്റ് സ്റ്റേജും. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കിയാൽ പിസ്റ്റൺ ആദ്യം മുകളിലേക്ക് പോയി എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ആക്കും. അത് ഇഗ്നേറ്റ് ആകുമ്പോൾ കമ്പഷൻ സ്റ്റേജും എക്സോസ്റ്റ് സ്റ്റേജും പെട്ടെന്ന് ഒരുമിച്ച് തന്നെ നടക്കും. അതുകൊണ്ട് പവർ ജനറേറ്റ് ചെയ്യുന്നത് 2 സൈക്കിളിന് പകരം ഈ ഒരൊറ്റ സൈക്കിളിൽ തന്നെയായിരിക്കും. സൈസ് വെച്ച് നോക്കുമ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിൻ 4 സ്ട്രോക്ക് എഞ്ചിനേക്കാൾ ചെറുതാണെങ്കിലും 4 സ്ട്രോക്കിനേക്കാൾ ഇരട്ടി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 2 സ്ട്രോക്ക് എഞ്ചിനാണ്. ഡിസൈൻ വൈസ് നോക്കിയാൽ 4 സ്ട്രോക്ക് എഞ്ചിൻ കൂടുതൽ കോംപ്ലക്സ് ആണ്. വാൽവ്, ക്യാം ഷാഫ്റ്റ്സ്, ടൈമിംഗ് ചെയിൻ ഉൾപ്പെടെ കുറേ അധികം മൂവിംഗ് പാർട്സ് 4 സ്ട്രോക്ക് എഞ്ചിനിലുണ്ട്. ഇനി 2 സ്ട്രോക്ക് എഞ്ചിൻ നോക്കിയാൽ വാൽവിൻ്റെയോ ക്യാം ഷാഫ്റ്റിൻ്റെയോ ആവശ്യം വരുന്നില്ല. പകരം ഇൻടേക്കിനും എക്സോസ്റ്റിനുമായിട്ട് ഓരോ പോർട്സ് ആണുള്ളത്. മൂവിംഗ് പാർട്സ് കുറവായതുകൊണ്ട് 2 സ്ട്രോക്ക് എഞ്ചിന് കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. എന്നാൽ 4 സ്ട്രോക്ക് എഞ്ചിനെ അപേക്ഷിച്ച് പാർട്സിന് പെട്ടെന്ന് വെയർ ആൻഡ് ടയർ സംഭവിക്കും എന്നൊരു പോരായ്മ 2 സ്ട്രോക്ക് എഞ്ചിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂലിനോടൊപ്പം ഓയിൽ കൂടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 സ്ട്രോക്ക് എഞ്ചിൻ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് പവർ ടു വെയിറ്റ് റേഷ്യോ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ടുള്ള സാഹചര്യങ്ങളിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഡേർട്ട് ബൈക്കിലോ ചെയിൻസോയിലോ നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിൻസ് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അവിടെ വരുന്ന പോരായ്മ 2 സ്ട്രോക്ക് എഞ്ചിൻ ഫ്യൂൽ എഫിഷ്യൻസി ഇല്ല എന്നുള്ളതാണ്. ലൂബ്രിക്കേഷനായിട്ട് ഓയിലും ഫ്യൂലും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതൽ ഫ്യൂൽ അൺബേൺഡായി എമിഷൻസ് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു കാരണം കൊണ്ട് ഫ്യൂൽ എക്കണോമിയും എമിഷൻ സ്റ്റാൻഡേർഡ്സും സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് 4 സ്ട്രോക്ക് എഞ്ചിൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ ഇനിയും ഇതുപോലത്തെ കണ്ടന്റ്സിനെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഡോണ്ട് മിസ് ദ ചെക്ക് എഞ്ചിൻ ജേണി. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. 22 വർഷത്തിലധികമായി കാർ ഡീറ്റെയിൽ രംഗത്തെ കൊല്ലത്തെ നമ്പർ 1 ആണ് കാർ കെയർ. സെറാമിക്, PPF, ഗ്രഫൈൻ, ബോറോഫൈൻ, നാനോ ഡയമണ്ട് എന്നിങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സും കാർ കെയറിൽ ലഭ്യമാണ്. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കാറിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് കാർ കെയർ.